സത്യമാരും അറിയുന്നില്ല. അതുകൊണ്ട് വന്നിട്ട് കരയാൻ തന്നെ വന്നു. പഴയ കളരിപ്പാലം വീഴുമ്പോൾ ഇതിന് പുത്തുകാർവാട്ടിലെ ഓക്കിരിയേഷൻ തരയോ? അത് നീ നിന്റെ ലഹരി കച്ചവടക്കാർ പറഞ്ഞാൽ സത്യമാണ്. അശോകൻ പറയുന്നതാണ് സത്യം. എന്ത് സത്യം? എന്റെ മുത്തശ്ശൻ ഞാനല്ല. പിന്നെ ആര്? നിന്റെ കൂട്ടാണോ? ആര് പിടിച്ച് ഞാൻ പറയാം. എന്റെ അടിയിനെ കൊണ്ടല്ല മുത്തശ്ശി വരുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടോ എന്റെ അമ്മ മരിച്ച കാലാണല്ലോ. നിനക്ക് ഇതെങ്ങനെ പറയാൻ കഴിയുന്നു? സത്യമാണ് ഞാൻ പറയുന്നത്. ലഹരി കച്ചവടവും കഞ്ചാവുമായി നടന്നാൽ ഒരിക്കൽ പോലും നിങ്ങളെ ആരും ഉപദ്രവിച്ചു. ഇടയ്ക്കൊക്കെ മുത്തശ്ശി ഉപദ്രവിക്കുമായിരുന്നെങ്കിലും മനസ്സ് വേദനിക്കുന്ന രീതിയിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ ഓരോ അടിയും എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഈ കല്ലിന് വേദനയുണ്ടോ? ഉണ്ടോടാ? ഇല്ല, നിനക്ക് വേദനിക്കില്ല. കാരണം നീ ഒരു മൃഗമാണ്, മനുഷ്യമൃഗം. വിശ്വട്ട് നിന്റെ അച്ഛൻ അദ്ദേഹം മരിച്ചപ്പോൾ അത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ ചേച്ചി ഉറപ്പിച്ചു പറഞ്ഞു നീ കൊല്ലതാണ്. ഇന്ന് ഞാനും അത് വിശ്വസിക്കുന്നു. സ്വന്തം അമ്മയെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കുമ്പോ എന്റെ ചേച്ചി വിദേശത്തേക്ക് ഭയന്നോടി. നീയാണല്ലോ അതിന് ഉത്തരവാദി. എന്നെ ആരും വിശ്വസിക്കില്ല. അതാണ് എന്റെ പ്രശ്നം. നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കും. നിങ്ങളുടെയൊക്കെ മുന്നിൽ ഒറ്റപ്പെട്ടു പോയ അശോകനെ നിങ്ങൾ ആരും തിരിച്ചറിഞ്ഞില്ല. അച്ഛന്റെ മരണത്തോട് ഒറ്റപ്പെട്ടു പോയി എന്നെ നിങ്ങളെല്ലാം ചേർന്ന് അനാഥനാക്കി. മോശപ്രാപ്തിക്കുള്ള ചടങ്ങ് നടക്കും. അതുവരെ നിന്നെ പോലീസ് കൊണ്ടുപോകാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കും. മറ്റൊന്നിനുമല്ല, എന്റെ അമ്മയെ ഇല്ലാതാക്കിയ നിന്നെ കൊണ്ട് തന്നെ ആ ചടങ്ങ് എനിക്ക് നടത്തണം. അത് കഴിഞ്ഞാൽ അച്ഛാ നീയാണ് ഞാൻ കൂട്ടും, നിന്നെയും. ഞാൻ കരഞ്ഞൊഴുക്കിയ കണ്ണുനീർ അതൊരു നദിയായി മാറിയിട്ടുണ്ടെങ്കിൽ സങ്കടം മനസ്സിലാക്കുക. ആ കണ്ണുനീര് ഈ അറയിൽ വറ്റി വരുന്നതുകൊണ്ട് നിങ്ങളുടെ ഒക്കെ മുന്നിൽ കുറ്റവാളിയാണ്. വെറുപ്പിന് പേരാണ്. അമ്മയ്ക്ക് വേലിയെഴുതുന്നു നിന്നെ കൂട്ടാനുള്ളവില്ലെന്ന് നിന്റെ കൈകളിൽ ഞാൻ എത്തിക്കും. അതുവരെ നിനക്ക് ഈ അറിയില്ല ധ്യാനിക്കാം, കൂട്ടുകാരെ കിട്ടാതിരിക്കാം. ഞാൻ ഏത് ദേവനെ തൊട്ട് സത്യം ചെയ്യണം. എന്റെ മുത്തശ്ശിയെ ഞാൻ കൊന്നിട്ടില്ല. എന്റെ അച്ഛനെ ഞാൻ കൊന്നിട്ടില്ല. നിനക്ക് വേണ്ടി നിരുട്ടാണ്. മനുഷ്യരൂപമുള്ള ഒരാളെ കാണാൻ കഴിയാത്ത കൂരിരുട്ട്. അവിടെ ഇരുന്നാണ് നീ കരയേണ്ടത്. ആ ഇരുട്ടിലൊഴുക്കുന്ന കണ്ണുനീർ നിന്റെ കാലുകളെ തൊട്ടൊഴുകുന്നു. ചോരപ്പുഴയാണ് നിൽക്കുന്നതെന്ന് നിനക്ക് തോന്നണം. ആ ചോരടിക്കെന്തം നിനക്ക് ഭ്രാന്ത് പിടിക്കണം, ശ്വാസം മുട്ടണം. അശോക